സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ജനങ്ങളെ ഞെട്ടിക്കുന്നതാണ്. സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുകയും പാവപ്പെട്ടവർ അറിവില്ലായ്മ കൊണ്ട് കൈപ്പറ്റിയ ആനുകൂല്യങ്ങൾ പലിശ സഹിതം സർക്കാർ തിരിച്ചുപിടിക്കുകയും ചെയ്യുമ്പോൾ നിയമം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ മന്ത്രിമാർ തന്നെ ചട്ടങ്ങൾ ലംഘിച്ച് ലക്ഷങ്ങൾ കൈപ്പറ്റുന്നുവെന്ന അക്കൗണ്ട് ജനറലിന്റെ കണ്ടെത്തൽ വലിയ ധാർമ്മിക ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് ഈ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുക്കൾ. അക്കൗണ്ടന്റ് ജനറൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത്. മന്ത്രിമാരായ MP രാജേഷും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും തങ്ങളുടെ മന്ത്രി ശമ്പളത്തോടൊപ്പം മുൻപ് MP മാരായിരുന്ന കാലത്തെ പെൻഷൻ തുകയും യാതൊരു കുറവും വരുത്താതെ പൂർണ്ണ രൂപത്തിൽ കൈപ്പറ്റുന്നുവെന്നാണ് AG കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നിലവിലുള്ള പാർലമെന്ററി നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. ജനുവരി 19 തന്നെ AG ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ വിവരം സർക്കാർ മാസങ്ങളോളം രഹസ്യമാക്കി വെച്ചുവെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ഖജനാവിലേക്ക് തിരികെ അടയ്ക്കേണ്ട തുക കൃത്യമായി കണക്കാക്കി അത് ഉടൻ വസൂലാക്കണമെന്നും AG നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ എന്നിവ നിയന്ത്രിക്കുന്ന ദ സാലറി അലവൻസ് ആൻഡ് പെൻഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആക്ട് 1954 ഈ നിയമം അനുസരിച്ച് ഒരാൾ MP പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കെ കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ മന്ത്രി പദവി അലങ്കരിക്കുകയോ ലാഭകരമായ മറ്റു പദവികൾ വഹിക്കുകയോ ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ ആനുപാതികമായ കുറവ് വരുത്തേണ്ടതുണ്ട്. ലളിതമായി പറഞ്ഞാൽ, ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന ഔദ്യോഗിക ശമ്പളത്തിൽ നിന്നും അദ്ദേഹത്തിന് അർഹതപ്പെട്ട MP പെൻഷൻ തുക കുറച്ചുള്ള ബാക്കി തുക മാത്രമേ കൈപ്പറ്റാൻ പാടുള്ളൂ. എന്നാൽ കേരളത്തിലെ ഈ രണ്ട് മന്ത്രിമാരും രണ്ട് തുകയും MP പൂർണ്ണമായി വാങ്ങുന്നത് നിയമവിരുദ്ധമായി ഇരട്ട ആനുകൂല്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കണ്ടെത്തൽ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് MP രാജേഷിനെയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായേക്കാം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സർക്കാരിന് പണമൊന്നും നൽകാനില്ലെന്ന ബാധ്യതയില്ലായ്മ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. AGയുടെ റിപ്പോർട്ട് നിലനിൽക്കെ അനധികൃതമായി വാങ്ങിയ തുക തിരിച്ചടയ്ക്കാതെ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഈ വിവരം മറച്ചുവെച്ചാൽ അത് വലിയ നിയമയുദ്ധത്തിനും വഴിവെക്കും. സൂക്ഷ്മ പരിശോധനാ വേളയിൽ എതിർ സ്ഥാനാർത്ഥികൾ AGയുടെ റിപ്പോർട്ട് ആയുധമാക്കിയാൽ പത്രിക തള്ളപ്പെടാനുള്ള സാധ്യത പോലുമുണ്ട്. രാജേഷിനെ പോലൊരു യുവ നേതാവിനെ പ്രതിരോധത്തിലാക്കാൻ ഈ വിവരം മനഃപൂർവ്വം വൈകിപ്പിച്ചത് ആരാണെന്ന ചോദ്യം CPM-നുള്ളിലും ഉയരുന്നുണ്ട്. ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ശക്തമാണ്. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവായ രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻപ് ലോക്സഭയിൽ EK നായനാരെ പരാജയപ്പെടുത്തി ചരിത്രം കുറിച്ച വ്യക്തിയാണ്. പിന്നീട് നിയമസഭാ അംഗമാവുകയും പലവട്ടം മന്ത്രിയാവുകയും ചെയ്തു. മുതിർന്ന നേതാവായ അദ്ദേഹം പോലും ഇത്തരം ഒരു നിയമലംഘനത്തിന് കൂട്ടുനിന്നു എന്നത് അമ്പരപ്പിക്കുന്നതാണ്. അദ്ദേഹം കൈപ്പറ്റിയ പെൻഷൻ തുക ഖജനാവിലേക്ക് വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മന്ത്രിമാരുടെ പെൻഷൻ വിവാദത്തിന് പുറമെ പൊതുഭരണ വകുപ്പിലെ മറ്റു ചില ഞെട്ടിക്കുന്ന വിവരങ്ങളും AG റിപ്പോർട്ടിലുണ്ട്. സെക്രട്ടേറിയറ്റിൽ സുരക്ഷയ്ക്കായി 1.95 കോടി രൂപ ചെലവിട്ട് സ്ഥാപിച്ച ആക്സസ് കൺട്രോൾ സിസ്റ്റം നിലവിൽ യാതൊരു ഉപയോഗവുമില്ലാതെ കിടക്കുന്നു. പൊതുപണം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അനുവദനീയമായ എണ്ണത്തെക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഖജനാവിന് വൻ ബാധ്യതയുണ്ടാക്കുന്നു. ഈ വിവാദത്തിൽ സർക്കാരിനെതിരെ ജനരോക്ഷം ഉയരാൻ പ്രധാന കാരണം ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങിയ സാധാരണക്കാരെയും താൽക്കാലിക ജീവനക്കാരെയും കണ്ടെത്തി പണം തിരിച്ചടപ്പിക്കാൻ സർക്കാർ വലിയ പ്രചാരണം നടത്തിയിരുന്നു. പാവപ്പെട്ടവരിൽ നിന്ന് പലിശ സഹിതം പണം വസൂലാക്കുമ്പോൾ മന്ത്രിമാർക്ക് മാത്രം എങ്ങനെ ഇത്തരം നിയമവിരുദ്ധ ഇരട്ട ആനുകൂല്യം അനുവദിക്കാനാകുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സംസ്ഥാന ഖജനാവ് പൂട്ടിക്കെട്ടിയിരിക്കുന്ന ശമ്പളം പോലും കൃത്യമായി നൽകാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ മന്ത്രിമാർ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിരിക്കുന്നു. ചട്ടവിരുദ്ധമായി വാങ്ങിയ തുക എത്രയും വേഗം പലിശ സഹിതം തിരിച്ചടച്ചില്ലെങ്കിൽ ഇത് വലിയ നിയമയുദ്ധങ്ങളിലേക്കും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലേക്കും വഴിമാറുമെന്നതും ഉറപ്പാണ്. അക്കൗണ്ടന്റ് ജനറലിന്റെ കണ്ടെത്തലുകൾ കേവലം സാങ്കേതികമായ ഒരു ഓഡിറ്റ് റിപ്പോർട്ടല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിൽ നടക്കുന്ന നിയമലംഘനങ്ങളുടെ നേർചിത്രമാണ്. ജനപ്രതിനിധികൾ ലാഭകരമായ പദവികൾ വഹിക്കുമ്പോൾ പുലർത്തേണ്ട സുതാര്യതയും ധാർമ്മികതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. MP രാജേഷിനെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും പോലുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ എത്രയും വേഗം വ്യക്തത വരുത്തുകയും അനധികൃതമായി കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കുകയും ചെയ്യേണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനും അത്യാവശ്യമാണ്.